ഒരു ന്യൂബോൺ ബേബിയുടെ ചെവി എപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടത്? ബഡ്സ് ആണോ ഇടേണ്ടത്, തുണി ഇട്ടിട്ടാണോ ക്ലീൻ ചെയ്യേണ്ടത്? ചെവിയുടെ അകത്ത് ഉള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന നോർമൽ സെക്രീഷൻസ് ആണ് വാക്സ്. അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. നമ്മൾ തുണി ഇടുകയും അല്ലെങ്കിൽ ബഡ്സ് ഇടുകയും ചെയ്യുമ്പോൾ അത് ഇയർ ഡ്രമ്മിൽ ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ അതിന് ഇൻഫെക്ഷന് അല്ലെങ്കിൽ അവിടെ അണുബാധ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ പാടയ്ക്കൊരു കേട് വരാതിരിക്കാൻ ചെവിയുടെ അകത്തേക്ക് ഒന്നും തന്നെ ഇടാൻ പാടുള്ളതല്ല. ചെവിയുടെ മടക്കുകളും ബാക്ക് സൈഡ് നമ്മൾ വൃത്തിയിൽ കുഞ്ഞുങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചെവിയുടെ അകത്ത് ഒന്നും ഇടാൻ പാടുള്ളതല്ല. 2, ചെവിക്കകത്തുനിന്ന് പസ് വരുന്നു, സ്മെല്ല് വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്ന് കൊടുക്കേണ്ടതാണ്. മുതിർന്നവരുടെ ആരുടെയും ചെവിയിൽ ഒഴിക്കുന്ന മരുന്നുകൾ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഒഴിക്കാൻ പാടുള്ളതല്ല. കുപ്പിയിൽ പാല് കൊടുക്കുന്ന അമ്മമാർ, കിടന്ന് പാല് കൊടുക്കുന്ന അമ്മമാർ ചില സമയത്ത് ചെവിക്കകത്ത് എക്സസീവ് ക്രൈ ഇറിറ്റബിലിറ്റി ആയിട്ട് കാണാറുണ്ട്. പാല് വിക്കി തകട്ടി പോകുമ്പോൾ ഈസ്ട്രേഷൻ ട്യൂബിന് ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത കുഞ്ഞ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധയോടുകൂടി മാത്രം ഫീഡ് ചെയ്യുക. എന്തെങ്കിലും അപകട ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം ചെവിയിൽ മരുന്നുകൾ ഒഴിക്കുക. അസാധാരണമായിട്ട് എക്സസീവ് ക്രൈ ഇറിറ്റബിലിറ്റി, ചെവിക്കകത്തുനിന്ന് സ്മെല്ല് വരുന്നു, പസ് വരുന്നു, ഫീവർ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യസഹായം തേടുക.